നമസ്കാരം. ഇന്ന് നമുക്ക് പിതൃയജ്ഞം എന്താണ്, എങ്ങനെ അനുഷ്ഠിക്കാം എന്ന് നോക്കാം. പഞ്ചമഹായജ്ഞങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പിതൃയജ്ഞം. പിതൃയജ്ഞസ്തു തർപ്പണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ ലളിതമായി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പിതൃ എന്ന ശബ്ദത്തിന് ഒരുപാട് വാക്കുകളുണ്ട്. ഈ പിതൃ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ ചിന്ത പോകുന്നത് മരിച്ചുപോയ മുത്തശ്ശന്മാർ, മുത്തശ്ശി, ഇല്ലെങ്കിൽ മരിച്ചുപോയ പരമ്പരയിലുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ചിന്തയാണ്. അച്ഛൻ, അമ്മ എന്നിങ്ങനെ. തീർച്ചയായിട്ടും അത് മാത്രമല്ല, മാതാജ പിതാജ ഇതി പിതരൗ എന്ന വാക്യമുണ്ട്. മർത്യാഹ പിതരഹ, അതായത് മർത്യന്മാരെല്ലാം തന്നെ പിതൃക്കളാണ് എന്ന വാക്യമുണ്ട്. ദിവ്യപിതൃക്കൾ, അതിവ്യ പിതൃക്കൾ എന്നുണ്ട്. സോമപിതൃമാന് യമോ അങ്കിരസ്വാൻ അഗ്നികവ്യവാഹന ഇത്യാദയ ഏ പിതരഹ എന്ന് പറയുന്നു. ദിവ്യപിതൃക്കളാണ്. അങ്ങനെ പിതൃ എന്ന ശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും ഇവിടെ നമ്മൾ ചെയ്യുന്ന ശ്രാദ്ധാദി തർപ്പണങ്ങൾ. പിതൃയജ്ഞസ്തു തർപ്പണം, നിത്യം പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണമാണ്. ഇന്ന് തുലവും തുച്ഛമായി പോയി. ഇന്ന് അതിന് പകരമായിട്ട് നാം വീട്ടിൽ തന്നെ ഒരു മരിച്ചവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിന് മുമ്പിൽ ചന്ദനത്തിരിയും കത്തിച്ച് അതിന് മാലയിട്ട് അതിന് എന്തെങ്കിലും നേദ്യം കൊടുക്കുന്ന ഒരു രീതി വരെ എത്തിയിട്ടുണ്ട്. അത് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എവിടെയും പറയുന്നില്ല, ആരുടെയും സെൻറ്റിമെൻറ്റിനെ ഹനിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും തർപ്പണാദികൾ ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു ഫോട്ടോ വെച്ച് അവിടെ നിത്യം ആരാധന തുടങ്ങിയാൽ തന്നെ പിന്നെ അവിടെ ഇനി പറയേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ദോഷപ്രവൃത്തികളോ നാം ചെയ്ത് കാണിച്ചു കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണുള്ളത് അമാവാസി ദിവസങ്ങളിൽ തർപ്പണം ചെയ്യുക. അമാവാസി തർപ്പണം ഉണ്ട്. എല്ലാ കറുത്ത വാവ് ദിവസവും തർപ്പണാദികൾ അനുഷ്ഠിക്കുക. വർഷത്തിൽ ശ്രാദ്ധം ചെയ്യുക. പിതൃപക്ഷം 15 ദിവസം വർഷത്തിൽ ചെയ്യുന്നുണ്ട്. ഭാരതീയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭാരതത്തിലുടനീളം ഈ പിതൃപക്ഷം 15 ദിവസം അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് എല്ലാം സുപരിചിതമാണ്. കാരണം അവർ കാണുകയാണ്, അവരുടെ വീട്ടിൻ്റെ തൊട്ട അയൽവക്കക്കാരെല്ലാം തന്നെ ഈ പിതൃപക്ഷം എന്ന് പറഞ്ഞു പോരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അവർ വർഷങ്ങളോളം ബോംബെയിലും ഡൽഹിയിലും ചെന്നൈയിലും അമേരിക്കയിലും ഗൾഫിലുമൊക്കെ താമസിക്കുന്നു. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. പിതൃപക്ഷമാണല്ലോ, ഞാൻ വ്രതമാണ്, ഇതെന്താണ് എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സ്മരിക്കേണ്ട ഒരു കാര്യം ശ്രാദ്ധം മുടക്കരുത് എന്നുള്ളതാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും കുറച്ച് ആൾക്കാർ പറഞ്ഞ് പരത്തിയ ഒരു കാര്യം, 12 കൊല്ലം കഴിഞ്ഞാൽ ശ്രാദ്ധം ഇനി ഇടേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ രാമേശ്വരത്ത് പോയോ ഗയയിൽ പോയോ ശ്രാദ്ധം ചെയ്തവന് ഇനി ശ്രാദ്ധം ഇടേണ്ടതില്ല, ഇനി ബലി, ശ്രാദ്ധമെന്ന് ഉദ്ദേശിച്ചത് ബലി അർപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വസ്തുത എവിടെയോ തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശ്രാദ്ധം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് പിതൃയജ്ഞം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛനമ്മമാർ, വൃദ്ധജനങ്ങളെ പരിരക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ മർത്യാഹ പിതരഹ എന്ന് പറഞ്ഞു, മാതാജ പിതാജ ഇതി പിതരൗ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയും നോക്കണം. അത് മാത്രം ചെയ്താൽ പോരാ, അച്ഛനമ്മമാരെയും നോക്കണം, അവരുടെ കാലശേഷം പിതൃകർമ്മങ്ങളും അനുഷ്ഠിക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, അവരുടെ മനസ്സിൽ ബോധമുദിക്കുകയാണ്. അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും നല്ലവണ്ണം നോക്കി ഉപേക്ഷിച്ചില്ല എന്നുള്ള ബോധം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വരികയാണ്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്യുന്നു, കറുത്തവാവ് ദിവസം തർപ്പണം ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കൊച്ചുകുട്ടി. നിത്യം തർപ്പണം ചെയ്യുന്നു, ഇല്ലെങ്കിൽ ശ്രാദ്ധാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, രാമേശ്വരത്ത് പോകുന്നു. അപ്പോൾ അച്ഛനെയും അമ്മയും കുറിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്കുള്ള റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും അവനും അത് കണ്ടിന്യൂ ചെയ്യും. ഇത് നാം ഒരു ഡയലോഗിൽ ഒതുക്കുകയാണ്, ഭക്തിയെല്ലാം മനസ്സിൽ മതി എന്നുള്ള ഒരു വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംസ്കാരമൊന്നും വേണ്ട, എല്ലാം അടച്ചുപൂട്ടി പോവും. കാരണം ഒരാളുടെ മാനസിക അവസ്ഥ, ഇല്ലെങ്കിൽ അവരുടെ തലം എന്ത് എന്ന് അറിയത്തില്ല മറ്റുള്ളവർക്ക്, ഇല്ലെങ്കിൽ ഏത് തലത്തിലാണ് അവർ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി
10ാം ക്ലാസ് ആണ് വലുത്, ഇനി നമുക്ക് 5ാം ക്ലാസ് വേണ്ട, 5ാം ക്ലാസ്സിൽ പഠിച്ചതല്ല ഒന്നുമില്ല, 10ാം ക്ലാസ് ആണ് വലുത്, എന്നാൽ 5ാം ക്ലാസ് നമുക്ക് വേണ്ട എന്ന് പറയുന്നതിൻ്റെ തുല്യമാണ്. അപ്പോൾ ഋഷികൾ ഒരു നല്ലൊരു തലത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷേ ആ ഋഷികൾ പറഞ്ഞില്ല ഈ കർമ്മമൊന്നും വേണ്ട, ചുമ്മാ ആത്മാവിനെ ചിന്തിച്ചാൽ മതി, പരമാത്മാവിനെ ചിന്തിക്കൂ എന്നുള്ള വസ്തുത മാത്രം മതിയല്ലോ, വേദം വേണ്ട, ശാസ്ത്രം വേണ്ട, ആചാരം വേണ്ട, ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുമല്ലോ. അങ്ങനെയല്ല, നാം പടിപ്പടിയായി മുന്നേറുകയാണ്. ആയതിനാൽ പിതൃയജ്ഞം എന്ന കർമ്മം ഒരിക്കലും കൈവിടാൻ പാടില്ലാത്ത ഒന്നാണ്. ഏവരും ഭക്തി ശ്രദ്ധാപുരസരം അനുഷ്ഠിക്കുക. നമസ്കാരം.